ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് പറഞ്ഞു, അതിൽ എക്കോ പറഞ്ഞു, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. ഇനി അടുത്തൊരു ടേമാണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും, ദാറ്റ് ഈസ് റിവർബറേഷൻ. അതും നമ്മളെ സൗണ്ട് വേവ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫിനോമിനയാണ് റിവർബറേഷൻ. എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ? ഇത് കർണാടകയിലുള്ള ഗോൾഡ് കോമ്പസ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. നമുക്ക് നോക്കാം. Even a small sound is produced inside the whispering gallery of gold combs. ഇതാണ് നമ്മുടെ ഗോൾഡ് കോമ്പസ്, കർണാടകയിലാണ്, ഇൻ ബൈജാപൂർ, കർണാടക. ഇറ്റ് ക്യാൻ ബി ഹേർഡ് റിപ്പീറ്റഡ്ലി ത്രൂ ഔട്ട് ദ ഗാലറി. ഇവിടെ നിന്നിട്ട് നമ്മളൊരു ചെറിയ സൗണ്ട് ഉണ്ടാക്കിയാൽ തന്നെ നമുക്കത് റിപ്പീറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഒരു സ്മോൾ സൗണ്ട് പോലും റിപ്പീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് നമുക്ക് എന്താണ് കേൾക്കാൻ സാധിക്കും. ദിസ് ഈസ് due to the boom caused by the multiple reflection of sound waves on the spherical wall. നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, മോർ ദാൻ വൺ റിഫ്ലക്ഷൻ ആണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഇവിടെ ഈ സ്പെറിക്കൽ വാൾ കാണുന്നില്ലേ? ഈ സ്പെറിക്കൽ വാളിൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന സൗണ്ട് മൾട്ടിപ്പിൾ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്ഷൻ കാരണമാണ് നമുക്ക് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നത്. ഈ ഒരു റിഫ്ലക്ഷൻ കാരണമാണ് നമുക്ക് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. നോക്കാം റിവർബറേഷന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കുക. റിവർബറേഷൻ ഈസ് ദ ലിങ്കറിങ് ഓഫ് സൗണ്ട് ഈവൺ ആഫ്റ്റർ ഒറിജിനൽ സൗണ്ട് ഈസ് സീസ്ഡ്. അതായത് ഒരു ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് എങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നില്ലേ, റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. റിവർബറേഷൻ ഈസ് ദ ലിങ്കറിങ് ഓഫ് സൗണ്ട് ഈവൺ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഈസ് സീസ്ഡ്. അതായത് ഒറിജിനൽ സൗണ്ട് സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ആ സൗണ്ട് കേൾക്കുന്നതിനാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ചിലപ്പോൾ ചോദിക്കുക റിവർബറേഷന് കാരണം എന്താണ്? റിവർബറേഷന് കാരണം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ ആണോ? എക്കോയ്ക്ക് കാരണം ചോദിച്ചാൽ റിഫ്ലക്ഷൻ ആണ്. റിവർബറേഷന് കാരണം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആൻഡ് ദി ബൂം ഫേഡ്സ് അവേ ഗ്രാജുവലി. ആ ഒരു മുഴക്കം പിന്നെ അങ്ങനെ കുറഞ്ഞു വരും, അത് പിന്നെ ഗ്രാജുവലി അങ്ങ് ഫേഡ് ആയിക്കോളും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ ലിങ്കറിങ് ഓഫ് സൗണ്ട് ആണ്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഗോൾഡ് കോമ്പസിൽ ഒരു ക്ലാപ്പ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും കുറച്ച് നേരത്തേക്ക് ആ ക്ലാപ്പിംഗ് സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കൊണ്ടാണ്. അതിനാണ് നമ്മൾ പറയുന്നത് റിവർബറേഷൻ. ആ ടേമാണ്, പുതിയൊരു ടേമാണ് റിവർബറേഷൻ. Why are the walls of large halls like cinema theater made rough? അതായത് നമ്മുടെ സിനിമാ തിയേറ്ററിലുള്ള വാളുകൾ എന്തിനാണ് റഫ് ആക്കിയത്? ഇപ്പൊ സപ്പോസ് സിനിമാ തിയേറ്ററിലുള്ള വാൾ ഒരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ആ വാളിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് പോസിബിൾ ആണ്. ആ റിഫ്ലക്ഷൻസ് കാരണം സിനിമാ തിയേറ്ററിന് കേൾക്കുന്ന സൗണ്ട് റിഫ്ലക്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ കേൾക്കും. അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഫർദർ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. മുമ്പുള്ള സൗണ്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ട് നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള എല്ലാ സൗണ്ടും മിക്സ് ആയിട്ട് ലാസ്റ്റ് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്കെല്ലാം വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മളെ സിനിമാ തിയേറ്റേഴ്സിൻ്റെ വാളിൽ സൗണ്ട് പ്രൂഫിങ് ചെയ്യുന്നത്, അതായത് റഫ് സർഫസ് ആക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പോൾ മനസ്സിലായോ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Can a person with normal hearing ability hear whole sounds? Limit of audibility. അതായത് നല്ല കേൾവിശക്തിയുള്ള ഒരാൾക്ക് നമ്മളെ ചുറ്റുമുള്ള എല്ലാ സൗണ്ടും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല, നമുക്ക് എല്ലാ സൗണ്ടും കേൾക്കാൻ സാധിക്കില്ല. ഹ്യൂമൻസിന് അതായത് ഒരു ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റിൻ്റെ, എല്ലാ ഓർഗൻസിനും ഓരോ റേഞ്ച് ഉണ്ട്. അതുപോലെ ഹ്യൂമൻ ബീൻസിനും ഒരു ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഉണ്ട്. അതെന്ന് പറയുന്നത് 20 Hz to 20,000 Hz ഉള്ളിലാണ്. അതായത് ഹ്യൂമൻ്റെ ഓഡിബിലിറ്റി റേഞ്ച്, അതായത് കേൾവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 20 Hz 20,000 Hz, അല്ലെങ്കിൽ നമുക്ക് പറയാം 20 kHz. 20 kHz ഇടയിലുള്ള സൗണ്ടാണ് ഹ്യൂമൻസിന് കേൾക്കാൻ സാധിക്കുന്നത്. അതാണ് ലിമിറ്റ് ഓഫ് ഓഡിബിലിറ്റി ഓഫ് ഹ്യൂമൻ. അതായത് അതിൽ 20 Hz കുറവ് വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട്സ്. നമ്മൾ ഈ സീസ്മിക് വേവ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ 20,000 Hz താഴെയാണ്.
അതായത് സുനാമി വേവ്സിൻ്റെ ഒക്കെ സൗണ്ട്. അതുകൊണ്ട് നമുക്കത് കേൾക്കാൻ സാധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സുനാമി വരുന്നതിന് മുമ്പ് ചില ജീവികൾ കുറച്ച് എന്താണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ ഒന്നെങ്കിൽ സൗണ്ട് വെക്കുക, ഓടാൻ ശ്രമിക്കുക. അതായത് ചില എനിമൽസ് ഒക്കെ അതിൻ്റെ മുൻപേ കുറച്ച് എന്താണ് പേടിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ഈ സൗണ്ട് കേൾക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ അവരത് കേൾക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. അതായത് നമ്മളെ ഈ സീസ്മിക് വേവ്സ് വരുന്നതൊക്കെ ഇൻഫ്രാസോണിക് സൗണ്ടിലാണ്. നമ്മൾ പീജിയനൊക്കെ കണ്ടോ, പീജിയനൊക്കെ ഇൻഫ്രാസോണിക് സൗണ്ട്സ് കേൾക്കാൻ സാധിക്കും. ദെൻ 20 kHz അല്ലെങ്കിൽ 20,000 Hz എബോവ് വരുന്ന സൗണ്ടിനെയാണ് നമ്മൾ അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മളെ ഡോഗ്സിനൊക്കെ അൾട്രാസോണിക് സൗണ്ട്സ് കേൾക്കാം. പിന്നെ നമ്മളെ ബാറ്റ് നമ്മളെ അതിൻ്റെ ഇരകളെ പിടിക്കാനും അതുപോലെ തന്നെ അവർക്ക് സഞ്ചരിക്കാനൊക്കെ അത് യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ട്സ് ആണ്. നമ്മളിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കാം. The frequency of sound produced in a Galton whistle used for training dogs is about 30,000 Hz. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 9th പഠിക്കാനുണ്ട്. അതായത് ഗാൾട്ടൺ വിസിൽ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന വിസിലാണ്. ആ വിസിലിൻ്റെ ഫ്രീക്വൻസി 30,000 Hz. അത് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല ആ വിസിലിൽ, പക്ഷെ ഡോഗ്സിന് കേൾക്കാൻ സാധിക്കും. അപ്പം ഗാൾട്ടൺ വിസിലിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 30,000 Hz ആണ്. Can human being hear the sound of Galton whistle? No, നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. നമുക്ക് റേഞ്ച് എത്രയാണ്? 20,000 Hz ആണ്. There are high and low frequency sounds in nature, but humans cannot hear the sound of all frequencies. അതായത് നമ്മൾ ചുറ്റും ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി സൗണ്ട്സ് ഒക്കെ ഉണ്ട്, നമുക്കെല്ലാം കേൾക്കാൻ സാധിക്കില്ല. കാറ്റ്സ് ബാറ്റ്സിനൊക്കെ അൾട്രാസോണിക് സൗണ്ട്സ് കേൾക്കാം. There is a limit to range of frequency of sounds that human can hear. For a person with normal hearing, lower limit is 20 Hz and upper limit എത്രയാണ്? 20,000 Hz അല്ലെങ്കിൽ 20 kHz. Sound with frequency below 20 Hz ആണ് എന്ത്? ഇൻഫ്രാസോണിക് സൗണ്ട്സ്. Sound with frequency more than 20,000 Hz is ultrasonic sounds. 20,000 Hz മുകളിലാണെങ്കിൽ അൾട്രാസോണിക് സൗണ്ട്സും 20,000 Hz താഴെയാണെങ്കിൽ നമ്മൾ പറയും ഇൻഫ്രാസോണിക് സൗണ്ട്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ബാറ്റിന് അൾട്രാസോണിക് സൗണ്ട്സ് കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് അതിൻ്റെ പ്രേന ട്രാപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഈ പ്രേയിൽ തട്ടുമല്ലോ, എന്നിട്ട് ഈ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അതിനത് കേൾക്കാൻ സാധിക്കും. അപ്പം അതിന് മനസ്സിലാവും അവിടെ ഒരു പ്രേ ഉണ്ട്, ദെൻ അത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ അത് അതായത് അത് പറക്കുന്ന ടൈമിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പറക്കുക. നമുക്ക് അൾട്രാസോണിക് സൗണ്ട് കേൾക്കില്ല, പക്ഷെ അതിൻ്റെ താഴെ വരുന്ന അവ ഉണ്ടാക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം എന്തെങ്കിലും ഒരു വാളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു വാളുണ്ട്, അപ്പോൾ ഈ പാറ്റ് വരുന്ന സമയത്ത് അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് മനസ്സിലാവും അതിലെ പറക്കാൻ സാധിക്കില്ല, അവിടെ ഒരു ബാരിയർ ഉണ്ട് എന്നുള്ളത്. ഈ രീതിയിലാണ് അത് സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസെക്റ്റിനെയോ പ്രേനെയോ ഒക്കെ ട്രാപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത്, യൂസിങ് അൾട്രാസോണിക് സൗണ്ട് ബാറ്റ് ക്യാൻ ട്രാവൽ സ്മൂത്ത്ലി ആൻഡ് ക്യാച്ച് പ്രേ ഈസിലി ഈവൺ ഇൻ ദ ഡാർക്ക്. അവർക്ക് കണ്ണല്ല, കാഴ്ചയല്ല അവർ യൂസ് ചെയ്യുന്നത്, സൗണ്ടാണ്. അൾട്രാസോണിക് വേവ് ആർ യൂസ്ഡ് ഇൻ മെനി സിറ്റുവേഷൻസ്. അതുപോലെ ഈ അൾട്രാസോണിക് സൗണ്ട്സ് അല്ലെ വേവ്സ് നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്നൊന്ന് നോക്കിയാലോ? യൂസസ് ഓഫ് അൾട്രാസോണിക് വേവ്സ് ഇൻ മെഡിക്കൽ ഫീൽഡ്. അൾട്രാസോണിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്സ്. നമ്മൾ അൾട്രാസോണിക് സൗണ്ട്സിലെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ കിഡ്നി, അതുപോലെ തന്നെ നമ്മളെ യൂട്രസ്, ഓവറീസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഇമേജ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക അൾട്രാസോണിക് സ്കാനിങ്ങാണ്. നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളെ സ്റ്റൊമക്കിൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ എടുക്കാൻ മെയിൻലി യൂസ് ചെയ്യുക അൾട്രാസോണിക് സ്കാനിങ്. ഈ അൾട്രാസോണിക് സ്കാനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അൾട്രാസോണിക് വേവ്സ് ആണ്. അത് അതിൻ്റെ മേജറായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ വരുന്നതാണ് ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നിയിലൊക്കെ ഉള്ള സ്മോൾ സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ക്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ അൾട്രാസോണിക് വേവ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ചില സ്മോൾ സ്റ്റോൺസ് മെഡിസിൻ കഴിക്കാതെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും, അത് നമ്മൾ ഈ
അൾട്രാസോണിക് വേവ് വെച്ചിട്ട് ക്രഷ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഫിസിയോതെറാപ്പീസിലൊക്കെ ഈ വേവ്സ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞത് ടു ടേക്ക് ഇമേജ് ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് എസ് കിഡ്നി, ലിവർ, ഗോൾ ബ്ലാഡർ, യൂട്രസ്, ഇതിൻ്റെ ഒക്കെ പിക്ചേഴ്സ് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. ഇത്രയാണ് അൾട്രാസോണിക് വേവ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്. ഇനി അടുത്തത് പറയുന്നത് നോക്കാം. Ultrasonic waves that travel through body tissue strike and reflect at the area varying density in the tissue. എങ്ങനെയാണ് ആ ഇമേജ് എടുക്കുന്നത് എന്ന് വെച്ചാൽ വേവ്സ് പാസ് ചെയ്യും. ആ വേവ്സ് ഓരോ ഓർഗൻ്റെ പാർട്ടിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ഇലക്ട്രിക് സിഗ്നൽ അത് തരും. നോക്കാം. These waves are converted into electric signals to form image of the organ. ഈ സിഗ്നൽസ് ആണ് പിന്നെ നമ്മൾ ഇമേജ് ആക്കി മാറ്റുന്നത്. സോ ദിസ് ടെക്നിക്ക് ഈസ് അൾട്രാസോണോഗ്രാഫി. ഈ ടെക്നിക്കിനെ നമ്മൾ പറയുന്നതാണ് അൾട്രാസോണോഗ്രാഫി എന്ന്. ഫോർ ക്ലിയറിംഗ് സ്പൈറൽ ട്യൂബ്സ് ഓഫ് ഇറഗുലർ മെഷീൻ പാർട്സ്, ഇലക്ട്രോണിക് കമ്പോണൻസ്, അതായത് ഇങ്ങനെയുള്ള സ്പൈറൽ ട്യൂബ്സ് ഒക്കെ അല്ലേ, അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ പാർട്ടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യും. ഇപ്പം ട്യൂബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെ ഈ വേവ്സ് കടത്തിവിടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടാതെ പോകുന്ന ടൈമിൽ ഇതിലുള്ള എന്താണ് ഇമ്പ്യൂരിറ്റി ഒക്കെ എന്താണ് അത് ഇതിലെങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് വരുമ്പോൾ. അങ്ങനെ ക്ലീനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് ഇൻ ദ ഡിവൈസ് കോൾഡ് സോണാർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ്. നമ്മൾ ഷിപ്പിൽ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ സോണാർ യൂസ് ചെയ്യും. ഡിവൈസ് സോണാറിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? അൾട്രാസോണിക് വേവ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഐസ്ബർഗ്സ് ഒക്കെ അല്ലേ, അതായത് ഐസ്ബർഗ്സ് എന്ന് പറഞ്ഞാൽ ഐസിൻ്റെ വലിയ പാറ പോലെയുള്ള ഐസിൻ്റെ ഹ്യൂജായിട്ട് വരുന്ന ഐസ്, അതൊക്കെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിൽ പുറത്തേക്ക് കാണാൻ പറ്റില്ല, അടിഭാഗത്തായിരിക്കും ഉണ്ടാവുക, പുറത്തൊന്നും കാണില്ല. അപ്പോൾ ഈ സോണാർ ഉപയോഗിച്ചിട്ട് നമ്മൾ വേവിനെ പാസ് ചെയ്യും. ഈ വേവ് എന്താക്കും, ഇവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ബാരിയർ ഉണ്ട്, ആ വഴി പോകരുതെന്ന്. അപ്പോൾ അതറിയില്ലെങ്കിൽ ഷിപ്പ് വരും, ഷിപ്പ് എന്താവും, തട്ടിക്കഴിഞ്ഞാൽ ഷിപ്പ് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മളെ ടൈറ്റാനിക്കിൻ്റെ ഒക്കെ കേസിൽ ഐസ്ബർഗിൽ തട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ ഡിസ്ട്രക്ഷൻ, ആ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സോണാർ വഴി നമുക്ക് അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പ്രോപ്പർ പ്ലേസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഡിവൈസ് ആണ് സോണാർ. സോണാറിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? അൾട്രാസോണിക് വേവ്സ്. അടുത്തത്, ഇഫ് ആൻ അൾട്രാസോണിക് വേവ് എമിറ്റഡ് ബൈ എ ട്രാൻസ്മിറ്റർ installed on a ship on the surface of water strikes a rock at the bottom of the sea, returns after 0.2 seconds. What is the distance from the ship to the rock? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മൾ അൾട്രാസോണിക് വേവ് ട്രാൻസ്മിറ്ററിലൂടെ ഷിപ്പിൽ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് അവിടെയുള്ള റോക്കിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് കാണണം. then അൾട്രാസോണിക് വേവ് സീ വാട്ടറിലുള്ള സ്പീഡും തന്നിട്ടുണ്ട്. നമുക്കറിയുന്ന ഇക്വേഷൻ വെച്ചിട്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എങ്ങനെയാണ്, അവിടെ strike the rock at the bottom of the sea and returns എന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡി എന്താവും, 2D ആവും. നമ്മൾ എന്ത് യൂസ് ചെയ്യണം, v is equal to തിരിച്ചു വരുന്നുണ്ടെങ്കിൽ d2 ആക്കുക, പോകുന്ന ദൂരം t, തിരിച്ചു വരുന്ന ദൂരം d, that is equal to 2D. അങ്ങനെ തന്നെ എടുക്കണം. then t, നമുക്ക് t തന്നത് 0.2 സെക്കൻഡ്, v is equal to 1522. നമുക്ക് കാണേണ്ടത് എന്താണ്, ഡി ആണ്. ഡി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ബൈ 2. വി ഈസ് ഈക്വൽ ടു 1522 ഇൻറ്റു 0.2 ബൈ 2. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 304.4 ബൈ 2. That is equal to 152
0.2 ഡിസ്റ്റൻസ് അല്ലേ മീറ്റർ. ഇതാണ് നമ്മളെ ആൻസർ. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, അവിടെ പോയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഡിസ്റ്റൻസ് 2D ആക്കുക. സ്പീഡ് v ഈസ് ഈക്വൽ ടു 2D/t. നമുക്ക് d കാണണം. അപ്പോൾ ടീനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ v ഇൻറ്റു ടി ഈക്വൽ ടു 2D. അപ്പോൾ d അവിടെ വെച്ചിട്ട് 2 ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ v ഇൻറ്റു t/2. ഇനി നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും. ദെൻ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് ആണ്. എന്താണ് യൂണിറ്റ് വരുന്നത്? യൂണിറ്റ് മീറ്റർ വരും. ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുന്നത്. അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ക്യാൻ വേവ്സ് ബി ഹാംഫുൾ? വേവ്സ് ഹാംഫുൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ വേവ്സും ഹാംഫുൾ ആണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വേവ്സ് കുറേ തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അൾട്രാസോണോഗ്രാഫി, അതായത് നമ്മളെന്താ അൾട്രാസോണിക്സ് വേവ്സ് വെച്ചിട്ട് സ്കാനിങ് പറഞ്ഞ്, അൾട്രാസോണോഗ്രാഫി പറഞ്ഞ്, ഷിപ്പിൽ സോണാറിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യുക യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് വേവ്സ് ഓരോ തരത്തിലും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞ MRI സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, റെസണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോദിക്കുന്നത് എല്ലാ വേവ്സും യൂസ്ഫുൾ ആണോ, അല്ലെങ്കിൽ അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള വേവ്സ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. അതാ സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സിന് പറയുന്ന വേറൊരു പേരാണ് സുനാമി വേവ്സ്. സീസ്മിക് വേവ്സ് അല്ലെങ്കിൽ സുനാമി വേവ്സ്. സീസ്മിക് വേവ്സ് ആർ ദോസ് വിച്ച് ട്രാവൽ ത്രൂ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിലൂടെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ഓർക്കുക, സീസ്മിക് വേവ്സിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. എർത്ത് ക്രസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് കേക്ക്. ഇതിന് കാരണം എന്താ? സീസ്മിക് വേവിന് കാരണം ഒന്നെങ്കിൽ എർത്ത് കേക്ക് ആണ്, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ ആൻഡ് മാസീവ് എക്സ്പ്ലോഷൻ. ഒരു വലിയ എക്സ്പ്ലോഷനോ നടന്നാലാണ് ഈ വേവിൻ്റെ ട്രിഗർ ചെയ്യുക, അതായത് സീസ്മിക് വേവ് ഉണ്ടാവാനുള്ള ചാൻസ്. ദെൻ സീസ്മോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സീസ്മിക് വേവ്. ഈ സീസ്മിക് വേവിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡി ഇല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് സീസ്മോളജി. ദെൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത് കേക്ക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റിക്ടർ സ്കെയിൽ. നമ്മളിപ്പോൾ പറയാറുണ്ട് അവിടെ ഇത്ര തീവ്രതയിലുള്ള എർത്ത് കേക്കാണ് നടന്നത്, 4.2, 5.8, 6.4 എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നത് ഈ റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ്. ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത് റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ്. 0 to 8 റേഞ്ചിലാണ് വരിക. 5 above ഒക്കെ വന്നാൽ സ്ട്രോങ് ആണെന്നാണ് പറയുക. ഒരു 4 below ഒക്കെ ആണെങ്കിൽ അത്ര സ്ട്രോങ് അല്ല. അങ്ങനെയാണ് നമ്മൾ എർത്ത് കേക്കിനെ മെഷർ ചെയ്യുക. അപ്പോൾ സീസ്മിക് വേവ് ആണ്, അല്ലെങ്കിൽ സുനാമി വേവ് എന്ന് നമ്മൾ പറയും. സുനാമിക്ക് കാരണം എർത്ത് ക്രസ്റ്റിൽ ഉണ്ടാകുന്ന എർത്ത് കേക്കോ, അല്ലെങ്കിൽ സീസ്മിക് വേവിന് കാരണം എർത്ത് കേക്കോ, വോൾക്കാനിക് ഇറപ്ഷനോ, അതല്ലെങ്കിൽ ഒരു മാസീവ് എക്സ്പ്ലോഷനോ ആണ്. പിന്നെ ഈ സീസ്മിക് വേവിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് സീസ്മോളജി. ആൻഡ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി, എർത്ത് കേക്കിൻ്റെ അല്ലെ സീസ്മിക് വേവിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത്, അല്ലെ എർത്ത് കേക്കിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത് റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ്. An earthquake that occurs at the bottom of ocean or along coastal areas can sometimes trigger tsunami waves. അതായത് സുനാമി വേവ്സിനെ ട്രിഗർ ചെയ്യപ്പോഴും ഒന്നെങ്കിൽ ഓഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന എർത്ത് കേക്ക്, അല്ലെങ്കിൽ ഓഷ്യനോട് ചേർന്നിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ് ഇല്ലേ, അവിടെ നടക്കുന്ന എർത്ത് കേക്സുകൾ സുനാമീനെ ട്രിഗർ ചെയ്യാം. ഇനി സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്? സുനാമി ഈസ് എ സീരീസ് ഓഫ് ജൈജാൻറ്റിക് ഓഷ്യൻ വേവ്സ്. സാധാരണ ഓഷ്യൻ വേവ്സിനേക്കാളും ജൈജാൻറ്റിക് ആയിട്ടുള്ള വലിയ ഓഷ്യൻ വേവ്സിനെയാണ് നമ്മൾ സുനാമീസ് എന്ന് പറയാം. കോസ്ഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലാർജ് വോളിയം ഓഫ് വാട്ടർ ഇൻ സീ. ഹ്യൂജ് വേവ് ആണ്. അതുപോലെ തന്നെ ഈ ഹ്യൂജ് വേവ് കാരണം വാട്ടറിൽ, നമ്മളെ കടലിലുള്ള വാട്ടറിലെ ഹ്യൂജ് വേവ് കാരണം ഈ വാട്ടറിനൊക്കെ ഹ്യൂജ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സുനാമി, കടലിൽ നിന്ന് വലിയ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുകയാണ്. അത്രയും വെള്ളം കരയിലേക്ക് വരുന്നില്ലേ? സുനാമീൻ്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ജൈജാൻറ്റിക് വേവ്സ് ആണ്, ഹ്യൂജ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ മെഷേഴ്സ് ക്യാൻ ബി ടേക്കൺ ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് സുനാമി? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സുനാമി നടക്കാൻ നമ്മൾ എന്തൊക്കെ മെഷേഴ്സാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇതിൻ്റെ അലേർട്ടുകളൊക്കെ ഉണ്ടാകുമ്പം ആ അലേർട്ടുകളൊക്കെ ശ്രദ്ധിക്കുക. അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇൻസ്ട്രക്ഷൻ തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുകയോ മൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടത്. അതായത് അലേർട്ട് വരുമ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസ് പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസിൽ അവിടെ അലേർട്ട് ഉണ്ടെങ്കിൽ അവിടെ തുടരാതിരിക്കുക. അതൊന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കടലിൻ്റെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കല്ലുകളൊക്കെ കൂട്ടിയിടുന്നത്, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ടാണ് വലിയ ഹ്യൂജ് റോക്സ് ഒക്കെ കടലിൻ്റെ സൈഡിലായിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ സ്ട്രോങ് വാൾസ് ഒക്കെ ബിൽഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ അലേർട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാൾസ് മെസ്സേജോ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അതുപോലെ കുറച്ചുകൂടെ പ്ലാൻസുകൾ നമ്മളെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എർത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഇത്രയും മെഷേഴ്സൊക്കെ എടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മെയിനായിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതോറിറ്റീസ് പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സുനാമി വേവ്സിൽ പറയുന്നത്. അപ്പം നമ്മളെ ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ആയിട്ടുള്ള ഒരു വലിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും കണ്ടന്റ് കുറേ നിങ്ങൾ പഠിച്ചതാണ്. അതിനെ കണക്ട് ചെയ്ത് പുതിയ പുതിയ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഒക്കെ മനസ്സിലാക്കി പഠിക്കുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, യൂണിറ്റ് കൊടുക്കുക മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അങ്ങനെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഒന്നും മിസ്സായിട്ടില്ല. അതുപോലെ നിങ്ങളും സ്കിപ്പ് ചെയ്യാതെ ഒന്നും വിടാതെ പഠിക്കുക. നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താക്കിയിട്ടുണ്ട്, കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം നോക്കുക. അതുപോലെ നമ്മൾ പറയുന്നത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ഇല്ലേ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നല്ലോണം ചോദിക്കും. ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, സ്പീഡ് ഓഫ് വേവ്, വേവ് ലെങ്ത് ഒക്കെ നന്നായിട്ട് ചോദിക്കും. അതുപോലെ എക്കോൻ്റെ ഭാഗത്തുള്ള ഇക്വേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസ് വേഗം പറയുകയാണെങ്കിൽ, എക്കോൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ 2D/T ആണ്. V is equal to 2D/T. അല്ലാതെ നമ്മൾ സ്പീഡ് V is equal to എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ, ഇത് എക്കോൻ്റെ കേസിലാണ് ഡിസ്റ്റൻസ് ബൈ ടൈം പറയാൻ സാധിക്കും. വേറെ ഒന്ന് ഓർക്കുക, സ്പീഡ് ഓഫ് വേവ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ, ഫ്രീക്വൻസി ഇൻറ്റു എന്താണ് വേവ് ലെങ്ത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/പീരീഡ്, ഫ്രീക്വൻസി ഈക്വൽ ടു 1/പീരീഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് മോസ്റ്റ്ലി ചോദിക്കുക. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ എയർ എന്ന് പറഞ്ഞാൽ 350 m/s ആണ്. അല്ലാത്ത കേസിൽ പ്രോബ്ലം തരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് എടുത്ത് തരാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററൊക്കെ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്